RSS ബന്ധത്തെക്കുറിച്ചുള്ള MV ഗോവിന്ദന്റെ പ്രസ്താവന രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പ്രത്യേകിച്ച് നിലമ്പൂരിൽ വഴിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് സന്ദീപ് വാര്യർ പ്രതികരിക്കുന്നു. എന്താണ് ഈ ഒരു വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം ഇങ്ങനെയൊരു സമ്മതം MV ഗോവിന്ദന്റെ ഭാഗത്ത് ഉണ്ടാകാൻ കാരണം? MV ഗോവിന്ദൻ പറഞ്ഞ കാര്യത്തിൽ അർത്ഥസത്യമാണ്. അത് വാസ്തവത്തിൽ പൂർണ്ണമായിട്ടുള്ള സത്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം 77 അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ RSSുമായിട്ടുണ്ടാക്കിയ CPMന്റെ ബന്ധത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പല സാഹചര്യങ്ങളിലും പല സന്ധികളിലും RSSുമായി സഖ്യം ചേരാൻ CPMന് ഒരു മടിയും ഉണ്ടായിട്ടില്ല. അത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആശയപരമായിട്ടുള്ള കാര്യത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ ആ സമയത്തെ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പേരിലോ ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ 67 സഖ്യം ചേരേണ്ട കാര്യം എന്താ ഉണ്ടായിരുന്നത്? 89 സഖ്യം ചേരേണ്ട കാര്യം എന്താ ഉണ്ടായിരുന്നത്? ഇവിടെ MV ഗോവിന്ദന് സ്വരാജിനിട്ടൊരു പണി കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഇപ്പൊ ഈ സമയത്ത് ഈ പ്രസ്ഥാനം നടത്തിയത്. ഇപ്പൊ കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്റെ RSS ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് 2 പത്രത്തിൽ പരസ്യം കൊടുത്ത ആളുകളാണ് MV ഗോവിന്ദനും ടീം. നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം തന്നെ CPMന്റെ RSS ബന്ധം ഗോവിന്ദൻ തുറന്ന് സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിണറായി വിജയൻ തന്നെ RSS വോട്ട് വാങ്ങിയിട്ടാണ് കൂത്തുപറമ്പിലടക്കം ജയിച്ചു വന്നിട്ടുള്ളത്. ഇതൊക്കെ ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ്. എന്തായാലും ഗോവിന്ദൻ ഈ സമയത്ത് തുറന്നു പറഞ്ഞ് നന്നായി. ഒരുപാട് കാലമായി CPM മൂടി വെച്ചിരുന്ന, അവർ തുറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പണ്ടോരാസ് ബോക്സാണ് ഇന്ന് ഗോവിന്ദൻ തുറന്നു വിട്ടിട്ടുള്ളത്. RSSുമായി ചേർന്ന് നിൽക്കാൻ മടിയില്ലാത്തവരാണ് ഞങ്ങൾ എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ നിലമ്പൂരിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഇത് കനത്ത ആശങ്കയുണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ, തൃശൂർ പൂരം അട്ടിമറിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി BJPയുമായും RSSുമായും സഹകരിക്കാം എന്ന നിലപാടിലേക്ക് CPM ഇപ്പോൾ പോന്നിട്ടുള്ളതല്ല. അത് ദീർഘകാലമായി CPMന്റെ നയമാണ്. അത് 67 മുതൽ പിന്തുടരുന്ന നയമാണ്. എന്തായാലും MV ഗോവിന്ദൻ അർദ്ധസത്യമാണെങ്കിൽ പോലും, പകുതിയാണെങ്കിൽ പോലും ആ സത്യം സമ്മതിച്ചത് തീർച്ചയായിട്ടും നന്നായി. ഇപ്പോൾ ഈ സമയത്ത് അത് സ്വരാജിനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയാണോ എന്നുള്ള സംശയം മാത്രമേ